ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെ മലയാള സിനിമയെ വിറപ്പിച്ചുകൊണ്ട് തീ കൊളുത്തിക്കൊണ്ട് പൊട്ടിത്തെറികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആലോചിക്കണം. കുറേ പേര് പിടഞ്ഞു വീണിരിക്കുന്നു. അത് ശരിയായ സമയത്താണോ തീ കൊളുത്തിയത്, അതോ അബദ്ധത്തിൽ തീ കൊളുത്തിയതാണോ എന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. കാരണം മെയിനായിട്ട് പറഞ്ഞു കേൾക്കുന്നത്, ഇത്രയും വർഷങ്ങളായി ലൈംഗികരമായ കാര്യങ്ങൾ മുന്നിട്ടിറങ്ങി അവരെ പീഡനത്തിന് പോലും വിധേയരാക്കി എന്ന് ചില നടികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ രണ്ടുപേരും ഇവിടെ രാജിവെച്ചു കഴിഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്, അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആയ സിദ്ദിഖ്, ഈ രണ്ടുപേരുടെ രാജി വെച്ച് കഴിഞ്ഞു. മറ്റു പലരുടെയും രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൽ മൂന്നാമതായി പറഞ്ഞു കേൾക്കുന്ന പേര് വെച്ചാൽ മുകേഷ് MLA എന്നാലോചിക്കണം. അപ്പോൾ ഗവൺമെൻറ് പോലും മുകേഷിനോട് രാജി വെക്കണ്ട എന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെ ചോദ്യങ്ങൾ വന്നു തുടങ്ങി. പിന്നെന്തിനാണ് രഞ്ജിത്ത് രാജിവെച്ചത്, പിന്നെ എന്തിനാണ് സിദ്ദിഖ് രാജിവെച്ചത് എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇരട്ടത്താപ്പ് നയമാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലരെക്കുറിച്ച് ഒരു പരാമർശമല്ല, തുടരെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ചില നടന്മാർ കാണിച്ചു കൂട്ടുന്ന വൈകൃതങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്ന ആലോചിക്കണം. വീട് തേടിപ്പിടിച്ചു പോയി അടികൊണ്ടവരെക്കുറിച്ചാണ് പറയുന്നത് ആലോചിക്കണം. ഇതൊക്കെ കാണാനും കേൾക്കാനും വിധിക്കപ്പെട്ടൊരു ജനതയുണ്ട് ഇവിടെ നിന്ന് ആലോചിക്കണം. അപ്പോൾ ഇവരാണോ നമ്മളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന നടന്മാർ? ഇവരാണോ നമ്മുടെ ജനപ്രതിനിധി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള സിനിമക്കാരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൺട്രോൾ ചെയ്തു, ജനപ്രതിനിധിയെ പോലും ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ കുറേ ഇതെല്ലാം ജയിച്ചതിൻ്റെ ഒരു വെപ്രാളാണ് ശരിക്കും. തൃശ്ശൂരിൽ നിന്ന് ജയിച്ചപ്പോൾ തന്നെ സ്വഭാവം മാറിക്കഴിഞ്ഞു. കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് മന്ത്രി ആവുമെന്ന് കൊട്ടിഘോഷിച്ചു. അത് കിട്ടാതായപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വയ്ക്കാൻ ശ്രമം നടത്തി. അപ്പോൾ ആദ്യത്തെ കല്ലുകടി ഉണ്ടാക്കി BJP നേതൃത്വത്തിന് അനഭിമതനായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി എന്ന് ആലോചിക്കണം. സുരേഷ് ഗോപി സിനിമാ നടനാണായിക്കോ, പക്ഷേ കേന്ദ്രമന്ത്രിയാണെന്ന് ആലോചിക്കണം. ആ കേന്ദ്രമന്ത്രിയാണെന്ന് തെരുവിൽ സംസാരിക്കുന്ന പോലെ 10 മാധ്യമ പ്രവർത്തകർ തട്ടിക്കയറി കൊണ്ട് ആജ്ഞാപിച്ചുകൊണ്ട് ഭീഷണി കൊണ്ട് പറഞ്ഞത് സുരേഷ് ഗോപി പറഞ്ഞത് എന്താ? മുകേഷിന് പിന്തുണ പ്രഖ്യാപിക്കാണ്ടായിരിക്കും ആലോചിക്കണം. മുകേഷിന് പിന്തുണ പ്രഖ്യാപിച്ചോ? അതിന് മാധ്യമപ്രവർത്തകർ തട്ടിക്കയറുന്നതിനാ? മാധ്യമപ്രവർത്തകർ തീറ്റ കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നാലും ഈ തീറ്റ അവർ തേടി പിടിച്ചതല്ലല്ലോ, കൊടുത്തതല്ലേ നിങ്ങളൊക്കെ അല്ലേ. ഇന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് വിളിച്ചതായിരുന്നു, മാറ്റിവെച്ചില്ലേ? കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന അവസ്ഥ വന്നിരിക്കുന്നു. ആരാണ് വിശ്വസിക്കാൻ പറ്റുന്നത്? ഇങ്ങനെ പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ ധൈര്യപൂർവ്വം വന്നിരിക്കുകയാണത്. മുമ്പൊക്കെ അവരങ്ങനെ പറയാറില്ല. ഇപ്പോൾ പഴയതായാലും പുതിയതായാലും എല്ലാവർക്കും പറയാനുള്ള ധൈര്യമായി വന്നിരിക്കുന്നു ആലോചിക്കണം. ഇനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ വന്നപ്പോഴാണ് സുരേഷ് ഗോപിയെപ്പോലുള്ള ഒരാൾ, അയാൾ നടൻ മാറ്റിയെടുത്ത് ഇങ്ങനെ ഈ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് സുരേഷ് ഗോപി സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നടൻ കൂടിയായ, അമ്മയുടെ മെമ്പറായ, പിന്നെ ജനപ്രതിയായ MLA കൂടിയായ മുകേഷിനെയാണെന്ന് ആലോചിക്കണം. അതിൻ്റെ പേരിൽ വേറെ വാഗ്ഘാതങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. BJPയെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ളത് ഈ സംസ്ഥാനത്തെ പ്രസിഡന്റ് K. സുരേന്ദ്രൻ തന്നെയാണ്. സുരേന്ദ്രൻ സുരേഷ് ഗോപിക്ക് എതിരായിട്ടാണ് സംസാരിച്ചതെന്ന് ആലോചിക്കണം. സുരേന്ദ്രൻ പറഞ്ഞതെന്താണെന്ന്, ഇത് പാർട്ടിയുടെ നയമല്ല പറഞ്ഞിരിക്കുന്നത്, പാർട്ടിയുടെ നയം പറയേണ്ടത് ഇവിടെ ഞാനാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മുകേഷ് അടക്കമുള്ളവർ രാജിവെക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 2 തട്ടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആലോചിക്കണം. ഈ 2 തട്ട് ഇവിടെ മാത്രമല്ല, ഇവിടെ എല്ലാ രംഗങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കും. TV വയ്ക്കാൻ പലരും പറഞ്ഞു, ഞങ്ങൾ ഇനി TV വയ്ക്കുന്നില്ല. കാരണം ഈ സിനിമയെക്കുറിച്ച് ഞങ്ങളിതൊക്കെ കേട്ടിട്ടുള്ളതാണത്. പക്ഷേ ഇങ്ങനെ തുടരെ ഇത് ഇങ്ങനെ 10ഉം 15 പ്രാവശ്യമൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ അനുഭവത്തിന് വേണ്ടി നിന്ന് കൊടുക്കുകയായിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ടെന്ന് ആലോചിക്കണം.
മറ്റൊരു കാര്യം, നമുക്ക് അവർ പറയുമ്പോൾ നമുക്ക് എതിർക്കാൻ പറ്റില്ല. ഓരോരുത്തരും തെറ്റായാലും ശരിയായാലും അവരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അതിൽ ചതി കടന്നു കൂടിയിട്ടുണ്ടോ എന്നുള്ളത് പിന്നീടേ നമുക്കറിയാമുള്ളൂ. ഇപ്പോൾ എന്താ കാരണം? ഇന്നലെ വരെ പറഞ്ഞിരുന്ന പലരും എന്താ, ഞങ്ങൾ കേസിന് പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേസിന് പോകുന്നില്ലെങ്കിൽ ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ കേസ് പോയി നിൽക്കും. പിന്നെ കേസ് കൊടുത്തുകൊണ്ട് ഇത് എവിടെ പോകുന്ന പറയും? ആർക്കും ആരുടെ പേരിലും കേസ് കൊടുക്കാം. അതിന് വക്കീൽ ഫീസ് മാത്രമേ, ആർക്കും ആരുടെ പേരിലും കേസ് കൊടുക്കാം. കേസ് കോടതിയിൽ ചെല്ലുമ്പോഴാണ് അതിൻ്റെ തെളിവുകളുണ്ടോ ഇല്ലയോ എന്നറിയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. എന്തിന് കഴിഞ്ഞ 7.5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ നടീപീഡന കേസിൻ്റെ വിചാരണ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നാലോചിക്കണം. ഇത്രയും കോളിളക്കം സൃഷ്ടിച്ചൊരു കേസ് പോലും, ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഈ അവസ്ഥയിൽ വന്നു നിൽക്കുമ്പോൾ 10, 20, 25 വർഷം മുമ്പ് അത് നടന്നു, ഇത് നടന്നു എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ 2, 3 വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷം മുമ്പ് ഇങ്ങനെ നടന്നിരുന്നു എന്ന് പറയുന്നവർ ഒക്കെ ഈ കേസുമായിട്ട് പോകുമ്പോൾ തെളിവുകൾ ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ബഹുജന ശ്രദ്ധ, ബഹുജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം വന്ന് തുടങ്ങിയപ്പോഴാണ് കേസ് കൊണ്ടുവന്നാൽ, അത് പരാതി കൊണ്ടുവന്നാൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞിരുന്ന സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ പോലീസ് 7 പേരടങ്ങുന്ന പോലീസ് സംഘത്തെ വിട്ടിരിക്കുകയാണത്. കാരണം ഈ അഭിപ്രായങ്ങൾ പറയുന്നവരുടെ അടുത്ത് ചെന്നുകൊണ്ട് അവരെ കൊണ്ട് ഈ മൊഴിയെടുക്കാൻ വേണ്ടി. ഇപ്പം ഞങ്ങൾ ഇത്രയും പറഞ്ഞു, നിങ്ങൾ മൊഴിയെടുത്തോളൂ, മൊഴിയെടുക്കുക. ഇനി ചെയ്യുന്ന മൊഴിയെടുക്കുമ്പോൾ അത് അതിൻ്റെ വീഡിയോ എന്തായാലും എടുക്കണം. കാരണം വെറുതെ ഇത് വീഡിയോ എടുക്കണം എന്ന് പറയാൻ കാരണം പല മാറ്റങ്ങളും സംഭവിച്ചിരിക്കാം. ഈ പോകുന്നത് ഗവൺമെൻറ് ഇവരെ പറഞ്ഞയച്ചിരിക്കുന്നത് സത്യസന്ധമായ കാര്യത്തിനാണോ അതോ ഭീഷണി മുഖാന്തരമായിട്ട് ഇവരില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒന്നറിയില്ല. അതുകൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോഴെല്ലാം വീഡിയോ എടുത്തിരിക്കണം എന്നുള്ള കാര്യം ആ ചർച്ചയും വന്നു കഴിഞ്ഞു. ആ ചർച്ചകൾക്കിടയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പുതിയ സംവിധാനം വന്നിരിക്കുന്നത്. പത്രക്കാരെ അടച്ച് ആക്ഷേപിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അടുപ്പമുള്ള 2-3 ചാനലിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, ഇനിയിപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് നമ്മൾ പുതിയ കാര്യങ്ങൾ ചോദിക്കണ്ട, ഇപ്പം പഴയ കാര്യങ്ങൾ എടുത്തിടാം. ഞങ്ങളുടെ കയ്യിൽ ലങ്ക എന്ന സിനിമയുണ്ട്. ആ ലങ്ക എന്ന സിനിമ കുറച്ച് പ്രാവശ്യം പ്രദർശിപ്പിച്ചാൽ മതി. മാത്രമല്ല ആ ലങ്ക മുതലാണ് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ബദ്ധശത്രുക്കളായത് ഒരു പ്രചരണമുണ്ട്. പ്രചരണമല്ല, അവർ തമ്മിൽ 3, 4, 5 വർഷം അവർ ശത്രുതയിൽ തന്നെയായിരുന്നു. കണ്ടാൽ മിണ്ടില്ല, ഒരുമിച്ച് അഭിനയിക്കില്ല. ഒരു സിനിമയിൽ, അത് ഷാജിയുടെ പടത്തിൽ ഒരുമിച്ച് അഭിനയിക്കാൻ ചെന്നിട്ട് പോലും 2 പേരും 2 ധ്രുവങ്ങളിലാണ് ഇരുന്നാലോചിക്കണം. ഷോർട്ട് സമയത്ത് മാത്രം വരുന്നു, അഭിനയിച്ച് പോകുന്നു. ഇത് നേരിൽ കണ്ടെടുത്തിലാണ് ഞാൻ ആലോചിക്കണം. മറ്റൊന്ന് സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഞാൻ ആ സുഹൃത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളൊരു തവണ എറണാകുളത്ത് ഷാജിയുടെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയത്. അപ്പോൾ ആ ഷൂട്ടിങ്ങിന് പോയപ്പോൾ സ്ഥിതി എന്താ, രഞ്ജി പണിക്കരാണ് അത് എഴുതിയിരുന്നത്. നിങ്ങൾ ആ സിനിമ കണ്ടു കാണും. ശരിക്കും സുരേഷ് ഗോപി നല്ല പ്രഗത്ഭനായ വക്കീലായി നിന്നുകൊണ്ട് കേസ് വാദിച്ച് തെറ്റിയവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് അവരെ പണിഷ്മെൻറ്റ് കൊടുക്കുന്ന സിനിമ കണ്ടു കാണും. ആ സിനിമയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ സുരേഷ് ഗോപിയുണ്ട്, ഭാവനയുണ്ട്, തിലകനുണ്ട്, രഞ്ജി പണിക്കരുണ്ട്, ഷാജി കൈലാസുണ്ട്, പിന്നെ ഞങ്ങൾ കുറച്ച് മാധ്യമ പ്രവർത്തകരുണ്ടെന്ന് ആലോചിക്കണം. ആ ഷോട്ടല്ല, അത് ആ ഫുൾ ഡേ സുരേഷ് ഗോപിയുടെ വർക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനിടയിൽ ഒരു ഫോൺ വരുന്നു. ആ ഫോൺ വന്ന യാത്രയിൽ സുരേഷ് പറഞ്ഞു ഞാൻ പോകുന്നു, പിന്നെ വരാമെന്ന് സ്ഥലം വിട്ടു. അപ്പോൾ ഷാജിയുടെ അവിടുത്തെ കമൻറ്റ്, രഞ്ജി വേറെ സീൻ എഴുത്, അവനിനി ഒരാഴ്ചയ്ക്ക് അവനെ നോക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്കല്ല ഇത്തരം കേസുകളൊക്കെ കുത്തി പൊക്കി കൊണ്ടുവരാനാണ് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയതൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ വെറുതെ നമ്മുടെ കുത്തി അതിൻ്റെ വാടയുണ്ടാക്കുന്ന സ്വഭാവത്തിലേക്ക് ഒരു അധികാരം കിട്ടിയതിൻ്റെ പേരിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാളായ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇങ്ങനെ ചാടി ഈ അഭിപ്രായം ഷൗട്ട് ചെയ്യുന്നത് ശരിയല്ല. കാരണം മാധ്യമ പ്രവർത്തകർ ഇല്ലായിരുന്നെങ്കിൽ സുരേഷ് ഗോപി ആരുമായിരുന്നില്ല. അതിലൊരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ഞാൻ തന്നെ സുരേഷ് ഗോപി എത്രയോ സംവിധായകർ അടുക്ക് കൊണ്ടുപോയിടുന്ന് എനിക്കും അറിയാം. സുരേഷ് ഗോപിയെ ഞങ്ങളുടെ സ്ഥാപനത്തിനറിയാം. കൊല്ലംകാരനായതുകൊണ്ട് മാത്രം രക്ഷപ്പെടുത്താൻ വേണ്ടി പലരെയും സമീപിച്ചിട്ടുള്ളതെന്ന് ആലോചിക്കണം. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഇപ്പം നിങ്ങൾക്ക് പുച്ഛമാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നിങ്ങൾ തന്നെ അതായത് മലർന്ന് കിടന്നുകൊണ്ട് നിങ്ങൾ തുപ്പിയിരിക്കുകയാണ്. അത് വീഴുന്നത് നിങ്ങളുടെ നെഞ്ചത്ത് മാത്രമാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുരേന്ദ്രൻ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. സുരേന്ദ്രൻ വ്യക്തമാക്കിയ എന്താ, സുരേഷ്
ഗോപി കാലക്രമേണ മന്ത്രിസ്ഥാനത്ത് നിന്ന് പോകുന്നു. അയാൾ സിനിമയിൽ അഭിനയിക്കാൻ തുടർച്ചയായി പോകുമ്പോൾ കേന്ദ്രം അനുവാദം കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ സുരേഷ് ഗോപിക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്നു. ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്, കമ്മീഷൻ അനുസരിച്ച് ഈ സ്ത്രീകളുടെ അഭിപ്രായങ്ങളും പരാതികളും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുകേഷ് MLAക്ക് MLA സ്ഥാനവും നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത. രണ്ടും കൊല്ലംകാരാണെന്ന് ആലോചിക്കണം.